ആ പറഞ്ഞത് എന്നോട് തന്നെയാണ്. ബർത്ത്ഡേ ആയിട്ട് ചിലവ് കൊടുക്കണമല്ലോ എന്ന് വെച്ച് എല്ലാവരെയും പൊക്കി ഇറങ്ങിയതാണ്. ആദ്യം നമ്മൾ പോയത് അബിയുടെ വീട്ടിലോട്ടാണ്. 7 മണിക്ക് പോയാൽ നമ്മൾ 9 മണി വരെ ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. കാര്യം ഇതൊക്കെ പറഞ്ഞാലും അബിക്ക് ഇപ്പോഴും കൊച്ചുപിള്ളേരുടെ മനസ്സാണ്. അങ്ങനെ എന്തോ അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കി ആ കൊച്ചു പിള്ളേരുടെ കയ്യിൽ നിന്ന് ഈ സാധനമെല്ലാം വാങ്ങിച്ച് കുറേ അഭ്യാസം എന്തൊക്കെയോ കാണിച്ച് അത് വീടിൻ്റെ മുകളിൽ ഇട്ടപ്പോഴാണ് അവനൊരു സമാധാനമായത്. അതുകൊണ്ട് മാത്രം അപ്പോഴെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. അങ്ങനെ നമ്മൾ പോയത് ഇമ്പീരിയൽ കിച്ചണിലോട്ടാണ് ആദ്യം. അപ്പോഴാണ് അടുത്ത കണ്ടസ്റ്റൻറ്റ്. അവനൊരു ജിം ട്രെയിനർ ആണെങ്കിലും അതിൻ്റെ യാതൊരു അഹങ്കാരവും അവൻ കാണിക്കാറില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവൻ അപ്പോഴേ ഫ്ലെക്സ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ആ ഷോയൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴാണ് എനിക്കാണെങ്കിൽ 10 മണി 11 മണിയാകുമ്പോൾ ഉറക്കം വരും. ആ സമയത്ത് നമ്മൾ കഴിക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ക്ഷമ ഏകദേശം നശിക്കാറായപ്പോഴാണ് അവന്മാർ ക്രിക്കറ്റും കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എൻ്റെ അതേ അവസ്ഥയിൽ വേറൊരാൾ അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മേളിലോട്ട് കയറി. എന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെനു കാർഡൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. മെനു കാർഡ് നോക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഇല്ലാത്തവരെയും അവിടെ ഉള്ളവരെയും അവരാധിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയും ഒന്ന് ഫുഡ് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുന്ന സമയത്തെല്ലാം എനിക്ക് ഒട്ടും ബോറടിക്കാറില്ല. അതിപ്പോൾ എത്ര നേരം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒന്നും ഫുഡ് കഴിച്ചില്ലെങ്കിലും പുറത്ത് വെറുതെ ഒന്ന് ഇറങ്ങിയാൽ പോലും നല്ല ഫണ്ണാണ് ഈ ഗ്യാങ്. അങ്ങനെ പറഞ്ഞു നമ്മുടെ ഫുഡ് വന്നു. നമ്മളൊരു പ്ലേറ്റും ബട്ടർ ചിക്കനും ചപ്പാത്തി നാനും അപ്പോൾ ഒക്കെയാണ് പറഞ്ഞത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാനും പറ്റി, നല്ല പോർഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് മിലാനോയിലോട്ടാണ്. എനിക്ക് ഐസ്ക്രീംസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ നല്ല ഐസ്ക്രീംസൊക്കെ കിട്ടുന്ന സ്ഥലത്തൊക്കെ പോയി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പോയി. പിന്നെ എന്തൊക്കെയോ അവർ ഓർഡർ ചെയ്തു, ഞാനതിൽ ഇടപെട്ടില്ല. ഒരെണ്ണത്തിൽ നമ്മൾ ക്വെല്ലോ ബ്രൗണിയും പിന്നെ ഏതൊരു ഫ്ലേവറും, മറ്റേത് ഗ്രേപ്സും റാസ്ബെറി മാംഗോയും ആണ്. അത് കഴിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു എക്സ്പ്രഷനാണിത്. അല്ല, കൊള്ളാന്ന് തന്നെയാണ് അവൻ പറയുന്നതെന്ന് തോന്നുന്നു. അബിയാണ് സെലക്ട് ചെയ്തത്. അവിടെ അല്ലാതെ വേറെ കുറേ സാധനങ്ങളുണ്ട്. മാക്രോൺസ്, ടാർട്ട്സ്, പേസ്ട്രീസ് എല്ലാം നല്ല ടേസ്റ്റാണ്. ആൻഡ് അങ്ങനെ നമ്മൾ പിരിയാണ്.